ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ 11ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ വീണ്ടും പുനരാരംഭിക്കുന്നത്. എങ്ങനെയോ 10 നമ്മൾ ചെയ്തു. അതിനുശേഷം ഓരോരോ കാരണങ്ങൾ കൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയി. എങ്കിലും ആ ചെയ്ത 10 ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ആദ്യത്തെ നാളുകളിലൊക്കെ ഞാൻ തുടങ്ങിയ സമയത്ത് അത്രയും നമുക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വലിയ അറിവൊന്നുമില്ല. ആദ്യത്തെ നമുക്ക് നമ്മുടെ അറിവിൻ്റെ പരിമിതിക്കാതെ ഇന്നോട് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അതൊന്നും കാര്യമാക്കാതെ എല്ലാവരും അത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും നമ്മൾ ധാരാളം പാറ്റേണുകൾ ഇനിയും ചെയ്യാനുണ്ട്, അറിയാനൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അത്യാവശ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പാറ്റേൺസൊക്കെയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നിങ്ങളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരത് കണ്ടവർ തന്നെ വീണ്ടും കാണുന്നുണ്ട്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ല ചാർട്ടിനകത്തുള്ള ട്രേഡൊക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ഞാൻ ക്യാപ്ഷനകത്ത് പറഞ്ഞ പോലെ തന്നെ റിജക്ഷൻ ക്യാൻഡിൽ, എങ്ങനെയാണ് റിജക്ഷൻ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതെന്ന്, ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി പേര് കണ്ടു കാണും. അപ്പം ഇനി പ്രൈസ് ആക്ഷൻ സീരീസിനകത്തിൽ നമ്മൾ റിജക്ഷൻ ക്യാൻഡിൽ അതിനെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഓക്കെ, റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം, വളരെ സേഫായിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എങ്ങനെ റിജക്ഷൻ ക്യാൻഡിൽ കണ്ടുപിടിച്ച് ട്രേഡ് എടുക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ, ഈ സംഭവം ചെയ്യുന്നവർ അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ബിഗിനേഴ്സ് ചെയ്യരുതെന്നല്ല, നിങ്ങൾ ആദ്യം ഇതൊന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ലൈവ് ചാർട്ടിൽ നിങ്ങൾ റിജക്ഷൻ ക്യാൻഡിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഓക്കെ, പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിനകത്തിൽ റിയൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ചാടി കയറി ഞാനിപ്പോൾ ഈ ക്ലാസ് അങ്ങോട്ട് എടുത്ത് ഇതിന് ശേഷം ഉടൻ തന്നെ നാളെ പോയി റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ട് അതിന് മണ്ടയ്ക്ക് ചാടി കയറരുത്. ഓക്കെ, ആദ്യം നിങ്ങൾ വാച്ച് ചെയ്യുക എന്താണ് റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്ന ധാരാളം പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ നല്ലപോലെ അതിനകത്തിൽ അച്ചീവ് ചെയ്യുന്നുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത്. അപ്പം ആദ്യം ബിഗിനേഴ്സിനോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഇത് വാച്ച് ചെയ്യുക, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പഴയ ചാർട്ടുകളിൽ പോയിട്ട് ഇതെന്താ സംഭവിച്ചേക്കുന്നത് നിങ്ങൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഷേപ്പിന് ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ, മുടിയൊക്കെ വെട്ടി, അതുകൊണ്ടായിരിക്കും എൻ്റെ ഷേപ്പിന് എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഷേപ്പിനകത്തിലൊന്നും കാര്യമില്ലെന്നേ. അപ്പം നമ്മൾ പറഞ്ഞു വന്നൊരു താല്പര്യം, റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം, അത് ബുള്ളിഷ് സെറ്റപ്പിലായാലും ബെയറിഷ് സെറ്റപ്പിലായാലും കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്, കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നതിനെപ്പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാൻഡിൽ എങ്ങനെ അതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം. കാരണം പലർക്കും അറിയത്തില്ല ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അത് പച്ചയാണെങ്കിലും ചുവപ്പാണെങ്കിലും അത് എന്താ സംഭവിക്കുന്നതെന്നും എല്ലാവർക്കും അതിനെപ്പറ്റി അത് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് അതും കൂടെ അതിൻ്റെ ഒരു ഫോർമേഷൻ കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് റിജക്ഷൻ ക്യാൻഡിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ഒരു ചാർട്ടിനകത്തിലല്ല, ഒരു വൈറ്റ് ബോർഡിനകത്തിൽ ഞാൻ ആദ്യം ഒന്ന് വരച്ച് കാണിക്കാം എന്താണ് സംഭവം എന്ന്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് 2 റിജക്ഷൻ ക്യാൻഡിലുകളാണ്. ഓക്കെ, എനിക്ക് അത്രയ്ക്ക് വലിയ ഗ്രാഫിക് വൈദഗ്ധ്യമൊന്നുമില്ല, എങ്കിലും എൻ്റെ അറിവിൻ്റെ പരിമിതിക്കാതെ നിന്നുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ 1-2 കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ റിജക്ഷൻ ക്യാൻഡിൽ കണ്ടോ, പല രീതിയിലുള്ള റിജക്ഷൻ ക്യാൻഡിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ക്യാൻഡിലുകൾ ഇങ്ങനെ വന്ന് ക്ലോസ് ചെയ്യും. എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത് താഴെ വരെ വന്നതാണ് ഈ ക്യാൻഡിൽ. ഓക്കെ, ഞാനൊന്ന് വരച്ച് കാണിക്കും. ഈ ക്യാൻഡിൽ ഇവിടം വരെ വന്ന ക്യാൻഡിലാണ്. ഓക്കെ, ഇവിടം വരെ വന്നതാണ് ഈ ക്യാൻഡിൽ. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചത്, ബയേഴ്സ് ഇവിടെ ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളോട്ട് കൊണ്ടുപോയി ഇവിടം വരെ ക്ലോസ് ചെയ്യിച്ചു. ഓക്കെ, ഇത് റെഡ് ക്യാൻഡിലാണെങ്കിലും എന്താ സംഭവിച്ചത്, ഇവിടം വരെ ആയിരുന്നു ഇത് റെഡ് ഇല്ലേ, ഇവിടം വരെ ആയിരുന്നു ഇത് ബെയറിഷ്. പക്ഷേ ആ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിനെ ബയേഴ്സ് ഇവിടെ ആക്റ്റീവായിട്ട് ബൈ ചെയ്ത് മുകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഇത് ക്ലോസ് ചെയ്യിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ ഇത്രയും ഇത് റെഡ് ആണെങ്കിൽ തന്നെയും ഇത്രയും ഇവിടം വരെ റെഡ് ആയിരുന്നു ഇത് അല്ലേ,
ഇവിടുന്ന് ആൾക്കാർ ബൈ ചെയ്ത് മുകളിൽ കൊണ്ടുപോയി ഇതിനെ ക്ലോസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് വീണ്ടും ഒരു ഫർദർ ബൈ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് നമ്മൾ അനുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഒരു ട്രേഡ് എടുക്കുന്നത്, അപ്പോൾ ഇവിടുന്ന് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ. അപ്പോൾ നമ്മൾ അന്നേരം എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടും ഇല്ലേ. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്, ഈ താഴെ പോയിന്റിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കും. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് നമ്മൾ മുകളിലോട്ട് പോകും. ഒരു പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയും, ഏത് സെറ്റപ്പ് ആണെങ്കിലും അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70 to 75% ആയിരിക്കും. ഓക്കെ, എപ്പോഴും 25% നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മളെപ്പോഴും ചിന്തിക്കണം. ഏതൊരു ട്രേഡ് എടുത്താലും, ഏതൊരു 100% പെർഫെക്റ്റ് ട്രേഡ് അല്ലെങ്കിൽ എല്ലാ സെറ്റപ്പും ക്രൈറ്റീരിയ എല്ലാം ഫുൾഫില്ലായി എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70 to 75% ആയിരിക്കും. എപ്പോഴും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 25% പോവാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മളെപ്പോഴും ഒരു ട്രേഡിന് എൻ്റർ ചെയ്യാൻ. മനസ്സിലായല്ലോ പറഞ്ഞ്, നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫില്ലായി, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഫുൾഫില്ലായി, ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാമെന്ന് നമ്മൾ ഉറപ്പിച്ചെങ്കിൽ തന്നെ എപ്പോഴും ഒരു 25% നെഗറ്റീവ് സൈഡ് നമ്മൾ ചിന്തിക്കണം. ഒരു പ്രിക്കോഷൻ നമ്മൾ എടുക്കണം. മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ തിരിച്ച് താഴെ പോകാൻ സാധ്യത. ആരെങ്കിലും നിങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് 100% വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്, ഏതെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ട് 100% വിന്നിങ് പ്രോബബിലിറ്റിയാണ് ഈ ഇൻഡിക്കേറ്റർ വെച്ചാൽ നിങ്ങൾക്ക് 100% വിജയിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റപ്പ് 100% ഓക്കെ ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുകയോ സമീപിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് വിശ്വസിക്കരുത്. അങ്ങനെ ഒരു പഠിപ്പിക്കലില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നെങ്കിൽ അത് പഠിച്ചാൽ മതിയായിരുന്നല്ലോ. എല്ലാവരും കോടീശ്വരന്മാരാകത്തില്ലേ? എത്ര കാശ് കൊടുത്ത് വേണമെങ്കിലും അത് 100% വിന്നിങ് പ്രോബബിലിറ്റി ഉള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇല്ലേ. കാരണം അത് ആ 1 കോടി രൂപ കൊടുത്ത് ആ സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവന് ആ 10 കോടിയോ 100 കോടിയോ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, ആരെങ്കിലും മാർക്കറ്റിൽ അല്ല നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് 100% വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അത് വിശ്വസിക്കൽ തെറ്റാണ്. ഞാൻ പറയാതാണ് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, ബൈ ചെയ്ത് ആൾക്കാർ മുകളിൽ കൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യിപ്പിച്ചു. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഇനി ഇവിടുന്ന് ഫർദർ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമ്മളൊരു ട്രേഡ് എടുക്കും. സപ്പോസ് മാർക്കറ്റ് ഇവിടുന്ന് പിന്നെ അടുത്ത ക്യാൻഡിൽ ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണ്. ഞാൻ ചാർട്ടിൽ അത് കാണിച്ചു തരാം, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യണം, നമ്മൾ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് അതിനെ ട്രയൽ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇത് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് കൂടുതലായിരിക്കും ഇല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മുടെ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റോപ്പ് ലോസ് കുറച്ച് മേലോട്ട് കയറ്റി വെച്ച് നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇത്രേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കുറവാണ്. കാരണം എന്താ, ഇത്രയേ വന്നിട്ടുള്ളൂ. നമുക്ക് ഇത്രയും വന്നപ്പോൾ എന്തായി, നമുക്ക് ഒരു മാക്സിമം ബയേഴ്സ് ഇതിനെ വലിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി ഇല്ലേ. മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഇത്രയൊക്കെ ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തിൽ അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ച് സംഭവിക്കും. കഴിഞ്ഞാൽ ഇതെന്ന് സംഭവിക്കുന്നത്, ഇത് നേരെ തിരിച്ച് താഴെയാണ്. ഇങ്ങനെ ചില ക്യാൻഡിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ ഇത് ഫുൾ റെഡ് ആയിരുന്നു ഇല്ലേ. ഫുൾ ഗ്രീൻ ആയിരുന്നു വിചാരിച്ചു. ഇപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫുൾ ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ഒരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിച്ചു. സപ്പോസ് ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇല്ലേ. ഒരു ഗ്രീൻ ക്യാൻഡിലായി. ഈ ഗ്രീൻ ക്യാൻഡിലായതിന് ശേഷം മാർക്കറ്റ് ഇതിനെ നേരെ തിരിച്ചിങ്ങോട്ട് പിന്നെ ഇവിടുന്ന് സെല്ല് ചെയ്ത ഇത്രയുണ്ട്. ഇത് ഫുൾ ഗ്രീനാണ്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ബുള്ളിറ്റ് സെറ്റപ്പ് ആണെന്ന് നമ്മൾ ആ തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലാണ്, ആദ്യത്തെ 1 മിനിറ്റിൽ ഇങ്ങനെ ഒരു ബുള്ളിറ്റ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. സപ്പോസ് അതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഓരോ മിനിറ്റ് കഴിയും തോറും പതിയെ സാധനം ഇങ്ങനെ താഴോട്ട് വരിക. ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിങ്ങനെ നിൽക്കുകയുള്ളൂ. ഇത് ഗ്രീനാണെന്ന് വിചാരിച്ചു. ഇത് ഗ്രീനാണ്, പക്ഷേ ഈ ക്യാൻഡിൽ ഇങ്ങനെ ഇതിൻ്റെ ഫോർമേഷൻ ഇങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ അർത്ഥം, മാർക്കറ്റ് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ഇവിടെ ഗ്രീനേഴ്സ് പച്ചയ്ക്കാണ് ആധിപത്യമെങ്കിലും ബുൾസിനാണ് ആധിപത്യമെങ്കിലും ഇവിടെ ഭയങ്കരമായിട്ടൊരു സെല്ലിംഗ് പ്രഷറുണ്ട് അല്ലേ. ഇത്രയും നിന്ന സാധനത്തിനെ ഇവർ പിന്നെ വിറ്റ് താഴെ കൊണ്ടുവന്ന് ഇവിടുന്ന് ക്ലോസ് ചെയ്യിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, താഴോട്ടൊരു
ട്രേഡ് നമ്മൾ നോക്കും. ഇതിന് ശേഷം അടുത്ത ക്യാൻഡിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴോട്ട് ഇറക്കി വെച്ച് നമ്മളൊരു ട്രേഡ് നമ്മൾ മാനേജ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഒരു 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 പിന്നെ ഇതിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന രീതി. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ചാർട്ടിനകത്തിൽ ശരിക്കും നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പല സിനാരിയോയിൽ ഞാൻ നിങ്ങളെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ നടുക്കായിരിക്കും, ഇതിപ്പോൾ ഇതെന്താണ് ഡോജിയ അല്ലേ, ഒരു ഇൻഡിസിഷണൽ ക്യാൻഡിൽ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റിജക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ട് സൈഡും തുല്യമാണ്. ഇത് മാർക്കറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കോളും ബൈയും രണ്ടും ഒരുപോലെ തുല്യ ശക്തികളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇതിനെ ഡോജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതേ സമയം ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിലോ ഇതെന്താണ്, ഇതിന് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതാണ് എന്താണ്, മാർക്കറ്റ് ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരുത്ത ഇവിടം വരെ റെഡ് ആയിരുന്നു, ഇതിപ്പോൾ റെഡ് കളർ ഇവിടം വരെ ഇതിങ്ങനെ റെഡ് കളർ താഴോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു വിചാരിച്ചു, താഴോട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ബയർ ആക്റ്റീവായിട്ട് ഇതിനെ പതുക്കെ എന്ത് ചെയ്തു, മുകളിലോട്ട് കൊണ്ടുപോയി ഇതിനെ ഗ്രീനിൽ ഇതിങ്ങനെ മേലോട്ട് പോയി ഇതിങ്ങനെ ഗ്രീനിൽ ക്ലോസ് ആവും. ഗ്രീനിൽ ക്ലോസ് ആകുമ്പോൾ അർത്ഥം എന്തുവാ, ഇവിടുന്ന് മാർക്കറ്റ് ഇതിനെ ബയേഴ്സ് വലിച്ചു കൊണ്ടുപോയി നേരെ മേളിൽ കൊണ്ടുപോയി ക്ലോസ് ചെയ്യിച്ചു. മാർക്കറ്റ് ഇനി ഇവിടുന്ന് ഒരു ഫർദർ മൂവിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ അടുത്ത ഞാൻ ചാർട്ടിനകത്ത് വരച്ചാണ് ഇത് ഇങ്ങനെ ഈ പച്ച കളറും ചുവപ്പ് കളറും എങ്ങനെയാണ് ഇവിടെ വരുന്നത്. ചിലയിടത്ത് ഇവർ നാരോ പച്ച കാണാം, ചിലയിടത്ത് വളരെ നാരോ ചുവപ്പ് കാണാം. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ ചാർട്ടിന് അതിൽ പേന കൊണ്ട് ഞാൻ അതൊന്ന് വരച്ച് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായല്ലോ, ഒരു റിജക്ഷൻ ക്യാൻഡിലുകൾ എങ്ങനെയാണ് ഫോം ആകുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിനകത്തിലോട്ട് ഒന്ന് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് പഠിക്കാം. ആദ്യം സാധാരണ ഒരു ക്യാൻഡിൽ എങ്ങനെയാണെന്ന് ഇത് ഞാനൊന്ന് വരച്ച് കാണിക്കാം നിങ്ങളെ. ഇതിപ്പം ഒരു ദിവസം ഫസ്റ്റ് ഡേയിൽ 9:15 ഒരു ക്യാൻഡിൽ ഓപ്പൺ ആണെന്ന് വിചാരിച്ചു. മാർക്കറ്റ് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ് ഓപ്പൺ ആണെന്ന് വിചാരിച്ചു, ഈ ഒരു പോയിന്റിൽ. ഓക്കെ, ഞാൻ വരച്ച് കാണിക്കാം. ശ്രദ്ധിച്ച് നിങ്ങൾ ബിഗിനേഴ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ട് പോവുകയാണ്. ഓക്കെ, മോളോട്ട് പോവുകയാണെന്നുണ്ട്. ഈ ഓപ്പണിംഗ് പോയിന്റ് കണ്ടല്ലോ, ഈ ഓപ്പണിംഗ് പോയിന്റ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കുന്നത്, ഇത് മൊത്തം ഗ്രീൻ കളറായിരിക്കും. ഇവിടുന്ന് മോളോട്ട് മുഴുവൻ ഗ്രീൻ കളർ. ഇവിടെയാണ് ഓപ്പണിംഗ്. ഓക്കെ, ഇത് മറന്നുപോകല്ല, ഇവിടെയാണ് ഓപ്പണിങ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോഡി മുഴുവൻ എന്തായിരിക്കും, ഗ്രീൻ കളറായിരിക്കും ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഇതാണ് ഓപ്പണിങ്, ഇത് മറന്നുപോകല്ല. അതിനുശേഷം മാർക്കറ്റ് ഇവിടം വരെ പോയതിന് ശേഷം നേരെ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്ന് എപ്പോഴാണോ ഈ ഓപ്പണിംഗ് പോയിന്റ് ക്രോസ് ചെയ്ത് താഴെ പോകുന്നത്, മനസ്സിലായോ, ക്രോസ് ചെയ്ത് താഴെ പോകുന്നത്, അപ്പം എന്ത് പറ്റും, ഈ ക്യാൻഡിൽ ഉടനെ ഇത് റെഡാവും. ഇത് ഗ്രീൻ മാറി ഇത് റെഡാവും. ഈ ഓപ്പണിങ് ക്രോസ് ചെയ്ത് താഴെ 1 മില്ലി താഴോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് പറ്റും, ഇത് റെഡ് കളറാവും അല്ലേ. റെഡ് കളറിന് ശേഷം അവിടെ നേരെ താഴോട്ട് പോവുക. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ ഇത് ഫുള്ള് റെഡാണ്. ഓക്കെ, ഇത് ഫുള്ള് റെഡാണ് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് പോയിട്ട് നേരെ തിരിച്ച് വന്നിട്ട് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ ക്ലോസ് ചെയ്യുമ്പം ഇതെന്ത് ചെയ്യും, ഇത് മുഴുവൻ എന്ത് കളറായിരിക്കും, ഒരു റെഡ് കളറായിരിക്കും. ഈ ക്യാൻഡിൽ മുഴുവൻ ഒരു റെഡ് കളറായിരിക്കും. അപ്പം ഇതിന് ടോട്ടൽ 4 പോയിന്റ് ഉണ്ട്, മനസ്സിലായോ. ഒരു ക്യാൻഡിലിന് 4 പോയിന്റ് ഉണ്ട്. ഏത് പോയിൻ്റാണ്? ഒന്ന് ഒരു ഓപ്പണിംഗ് പോയിന്റ്, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ, ഒരു ഓപ്പണിംഗ് പോയിന്റ്. പിന്നെന്താ സംഭവിച്ചേ, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ഉണ്ട് ഇല്ലേ, ഒരു ഓപ്പണിംഗ് പോയിന്റ്, പിന്നെ ഒരു ഹൈ, പിന്നെ ഇവിടെ നേരെ താഴോട്ട് പോയി നേരെ എന്ത് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. ഒരു ലോ ക്രിയേറ്റ് ചെയ്ത ശേഷം അവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കുറച്ച് മുകളിൽ പോയി ക്ലോസ് ചെയ്തപ്പം ഇത് എന്ത് ചെയ്യുക, ഇത് അപ്പർ ലെവൽ, ഏറ്റവും മുകളിൽ എവിടം വരെ പോയോ അവിടം വരെയുള്ള ലെവൽ. ഇതോ ലോവർ ലെവൽ. ഓക്കെ, എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, ഇത് എവിടെയാണ് ക്ലോസ് ചെയ്തത്, ഈ ഏരിയയിൽ. അപ്പം എവിടെയാണ് ഓപ്പണിങ് എവിടെയാണ് ക്ലോസിങ്, അത്രയും ഭാഗമായിരിക്കും ക്യാൻഡിലിൻ്റെ ബോഡി. മനസ്സിലായോ? ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയുന്നത് എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, എവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, ആ ഓപ്പണിങ് മുതൽ ക്ലോസിങ് വരെയുള്ള ഭാഗമായിരിക്കും
ആ ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയുന്നത്, ഇല്ലേ? എവിടം വരെ മാർക്കറ്റ് പോയോ, മുകളോട്ട് എവിടം വരെ പോയോ, അതിനുശേഷം നേരെ തിരിച്ച് താഴോട്ട് വരുന്ന ആ എവിടം വരെ പോകുന്നോ അതായിരിക്കും അതിൻ്റെ ഹയർ വിക്ക് എന്ന് പറയും. ഹയർ വിക്ക് അല്ലെങ്കിൽ ഹയർ ലെവൽ അല്ലെങ്കിൽ വിക്ക് എന്ന് പറയും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു, താഴോട്ട് ഏത് ലെവൽ വരെ പോകുന്നോ, അതെന്താണ്? അതിൻ്റെ ലോവർ വിക്കാണ്, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി തിരിച്ചിങ്ങനെ ക്ലോസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യും. എങ്ങനെയാണ് ഒരു മർബോസ് വീഴുന്നത്? മാർക്കറ്റ് ഓപ്പണായെന്ന് വിചാരിച്ചു, നേരെ മാർക്കറ്റ് താഴോട്ട് ഇനി പോരുക, അപ്പോൾ എന്താ, ഇത് താഴോട്ട് ഫുൾ ബോഡിയാണ്, വിക്കും ഒന്നുമില്ല, നേരെ താഴോട്ട് വന്നിട്ട് ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക. വിക്കൊന്നുമില്ല, ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ഹയറും പോയില്ല, ലോയും പോയില്ല, ലോവർ ലെവലും ഒരു ലോവർ ഇതും ഉണ്ടാക്കിയില്ല, ഒരു ഹയർ ഇതും ഉണ്ടാക്കിയില്ല. ഫുൾ ഓപ്പണിങ് ഇവിടെ, നേരെ ക്ലോസിങ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ബോഡിയായി. അതിനാണ് മർബോസ് എന്ന് പറയുന്നത്. അത് ഗ്രീൻ ആയാലും റെഡിഷ് ആയാലും താഴോട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? റെഡ് കളർ ആവും. ഇനി ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മുകളോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഇതൊരു ഗ്രീൻ ക്യാൻഡിലാവും. പറഞ്ഞ് മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ഡോജി എങ്ങനെ ഉണ്ടാകുന്നത്? ഡോജി എങ്ങനെ ഉണ്ടാകുന്നത് കാണിച്ചു തരാം. ഇപ്പം ഒരു മാർക്കറ്റ് ഇങ്ങനെ വന്ന് വിചാരിച്ചു, നേരെ മാർക്കറ്റ് ഇങ്ങനെ ഇവിടുന്ന് നേരെ ഒരു ഡോജി എങ്ങനെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചോണം. നേരെ മുകളിലോട്ട് പോകുന്നു, ഒരു ഹയർ ഉണ്ടാക്കുന്നു, അതൊരു നേരെ താഴോട്ട് വരുന്നു, താഴോട്ട് വന്നിട്ട് നേരെ വീണ്ടും തിരിച്ച് പോയിട്ട് എവിടെയാണോ ഓപ്പൺ ആയത് അവിടെ തന്നെ വന്ന് ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായി പറഞ്ഞേ? ഇങ്ങനെ ഒരു മാർക്കറ്റ് ഒരു ക്യാൻഡിൽ വീഴാൻ തുടങ്ങുമ്പോൾ ഒരിടത്ത് ഓപ്പണായി, നേരെ മുകളിലോട്ട് പോയി, അതിനുശേഷം നേരെ തദൈവമെന്ന് പറഞ്ഞ് താഴെ വന്നു, അതിനുശേഷം വീണ്ടും ഇതേ പോയിന്റിൽ, ഈ പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് തന്നെ വന്ന് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. ഇതിനാണ് ഡോജി എന്ന് പറയുന്നത്. ഡോജി ക്യാൻഡിൽ, ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. എങ്ങോട്ടുമില്ല, അങ്ങോട്ടുമില്ല, ഇങ്ങോട്ടുമില്ല. മനസ്സിലായി പറഞ്ഞേ? ഇത് ഇങ്ങനെയാണ് ഒരു ഡോജി ഫോം ആവുന്നത്. അതായത് ഓപ്പൺ ചെയ്ത് നേരെ മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു, വീണ്ടും അതേ പോയിന്റ് തന്നെ ക്ലോസ് ചെയ്തു. മനസ്സിലായി? അപ്പോൾ സാധാരണ ക്യാൻഡിൽ, റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ പറഞ്ഞ്, റിജക്ഷൻ ക്യാൻഡിൽ മുമ്പ് ഞാനിവിടെ കാണിച്ചു ഞാൻ, ഇല്ലേ? ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു, ഇല്ലേ? അതിനുശേഷം നേരെ അതുപോലെ തന്നെ മേലോട്ട് പോയി ഇട്ട് കുറച്ച് മാറി മാത്രം ക്ലോസ് ചെയ്യുന്നു, ഇല്ലേ? അപ്പോൾ ചെറിയൊരു ബോഡി മാത്രം. നേരെ ഇടയ്ക്ക് വിളിച്ചതാണ്, നേരെ ആ ക്യാൻഡിൽ കുറച്ച് മുകളിൽ മാത്രം വന്ന് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത്ര റിജക്ഷനാണ്. താഴെ വരെ പോയി, ഇല്ലേ? താഴെ വരെ പോയിട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് നേരെ താഴോട്ട് പോയിട്ട് മുകളിലോട്ട് വരെ വന്നിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഞാൻ ആ പിക്ചറിനകത്ത് ഞാൻ കാണിച്ചു എങ്ങനെയാണ് റിജക്ഷൻ ഉണ്ടാകുന്നുള്ള കാര്യം. അപ്പം ഇനി നമുക്കിതെല്ലാം ചാർട്ടിൽ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ആകുന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. എവിടെയാണ് ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത്, ഒരു വിക്ക് എങ്ങനെ ഉണ്ടാകുന്നത്, പിന്നെ ലോവർ വിക്ക് എങ്ങനെ ഉണ്ടാകുന്നത്, ബോഡി എങ്ങനെ ഉണ്ടാകുന്നത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കൊടുത്ത് ആവർത്തിച്ചൊന്ന് റീവൈൻഡ് ചെയ്തൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും നമുക്ക് ഡയറക്റ്റ് ചാർട്ടിനകത്തിലോട്ട് വരാം. എങ്ങനെയാണ് നമ്മൾ ചാർട്ടിനകത്തിൽ ഇത് സംഭവം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ. ഇതിപ്പോൾ ഇന്നത്തെ ചാർട്ടാണ്, അല്ലേ? നമ്മുടെ നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് നോക്കാം എവിടെയൊക്കെ നമുക്ക് ട്രേഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോ സൈഡ് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഒരു റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. നോക്കിക്കേ, വെരി സിമ്പിളായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുതലേ നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ ഇവിടെ നോക്കി, ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കേ. ഇവിടെ ഇപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ഇപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി 1-2 ക്രൈറ്റീരിയ ഞാൻ പറയാം. ഓക്കെ, ഒരു റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാൻ വെച്ചാൽ, ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒരു ബുള്ളിഷ് സെറ്റപ്പ് മുകളോട്ട് നമുക്കൊരു ട്രേഡ് നോക്കണമെങ്കിൽ, റിജക്ഷൻ ക്യാൻഡിൽ മുകളോട്ട് നമുക്ക് ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും പൊട്ടി വീഴുന്നൊരു മാർക്കറ്റ്. ഓക്കെ, മുകളിൽ നിന്നും പൊട്ടി വീഴുന്നൊരു മാർക്കറ്റ്
എവിടെങ്കിലും വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ലെവലുകളിൽ ഏതെങ്കിലും വന്ന് ടച്ച് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റിജക്ഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും മുകളിലോട്ട് പോകാൻ. പറഞ്ഞാൽ മനസ്സിലായോ? മുകളിൽ നിന്നും പൊട്ടി വീഴുന്നൊരു മാർക്കറ്റ് താഴോട്ട് വന്ന് ഏതെങ്കിലും ലെവലുകളിൽ നമ്മുടെ ലെവലുകളിൽ സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ സപ്പോർട്ടിൽ വന്നിട്ട് അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ആയാൽ, ഓക്കെ, താഴെ വീടുന്ന് കഴിഞ്ഞാൽ നേരെ ഒരു ക്യാൻഡിൽ ഫോമായി ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നു ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? ഇതിന് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് ഒരു നല്ല സിനാരിയോ. ഒരു സെലക്റ്റീവ് ട്രേഡ് എന്ന് പറയുന്നതാണ്. പൊട്ടി വീണ് താഴെ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് മാർക്കറ്റ് പൊട്ടി താഴോട്ട് വീഴുക അല്ലേ? താഴോട്ട് ശേഷം നമ്മുടെ ഒരു സപ്പോർട്ട് ലെവലിൽ ഏകദേശം എത്തിയതിന് ശേഷം നോക്കിക്കേ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലാണ് അല്ലേ? ഇവിടുന്ന് താഴെ വന്നില്ല, മാർക്കറ്റ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്തു, ബയേഴ്സ് വന്ന് ആക്റ്റീവായി. ഇവിടം വരെ റെഡായിരുന്നു, ഇത് റെഡായിരുന്നു ഇല്ലേ? അതിനെ ബൈ ചെയ്ത് മുകളിൽ കൊണ്ടുപോയി ക്ലോസ് ചെയ്യിപ്പിച്ചു ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ എങ്ങനെ ട്രേഡ് ചെയ്യുന്നത്? അവന് ഇവിടെ SL വെക്കും ഇല്ലേ? ഇവിടെ SL വെച്ചിട്ട് അവൻ എന്ത് ചെയ്യും? ഇവിടെ ട്രേഡ് എടുക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ SL അടിച്ചില്ല. എന്താ കാര്യം? എൻ്റെ പഠിപ്പിക്കലും ഞാൻ പഠിപ്പിക്കുന്നതും എപ്പോഴും നമ്മുടെ SL ക്ലോസിംഗ് ബേസിസ് ആയിരിക്കും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും, ശരിയാണ്. പക്ഷെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60 to 70 സാഹചര്യങ്ങളിലും 70% സാഹചര്യങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ഒന്ന് അടിച്ചിട്ട് തിരിച്ചു പോകും. സ്റ്റോപ്പ് ലോസ് വന്ന് മുട്ടിയിട്ട് തിരിച്ച് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്ന മുകളിൽ ഞാൻ പല പ്രാവശ്യം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്ലോസിംഗ് ബേസ്, CLBS എന്ന് പറയും. CLBS ക്ലോസിംഗ് ബേസിസിലായിരിക്കും. അപ്പോൾ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. പലപ്പോഴും വന്ന് ടച്ച് ചെയ്ത് നമ്മൾ സിസ്റ്റത്തിനകത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് വന്ന് അവൻ അടിച്ചിട്ട് നേരെ തിരിച്ച് പോകും. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതലും കണ്ണുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നവരായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു സിനാരി ഇവിടെ സംഭവിച്ചത്. മാർക്കറ്റ് ഇവിടെ റിജക്ഷൻ വന്നു, കണ്ടു കറക്റ്റായിട്ട് ഈ ഏരിയ താഴെ മുകളിൽ നിന്ന് പൊട്ടി വീണ മാർക്കറ്റാണ്. ഏകദേശം 100-150 പോയിന്റ് പൊട്ടി താഴോട്ട്. അപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുന്നു. അതിനുശേഷം അടുത്തൊരു ക്യാൻഡിൽ വന്നു. ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ ഒരു ഹാഫ് റിജക്ഷനാണ്. ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു ഇല്ലേ? ഇതിന് താഴെ പോയി വിൽക്കുക. പക്ഷേ ഈ ക്ലോസിങ് എവിടെ കിട്ടിയിരിക്കുന്നത്? ഇതിൻ്റെ മുകളിലാണ് ഇല്ലേ? അപ്പോൾ റിയലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി കൃത്യമായിട്ട് നമ്മൾ വരച്ച ലെവലിൽ വന്ന് ടച്ച് ചെയ്തു. അവിടുന്ന് വീണ്ടും റിജക്ഷൻ വന്നു. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സംഭവിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടി കൃത്യമായിട്ട്. ഇപ്പോൾ ഒരു സിനാരി അല്ല, പല സിനാരി ഞാൻ കാണിച്ചു തരാം. അടുത്ത് നോക്കിക്കേ, ഇവിടെ ഇതേ സിനാരി തന്നെ നമുക്കിവിടെ ഒരു റെസൻസ് ലൈൻ ഉണ്ട് ഇല്ലേ? ആ ലൈനിൽ വന്ന് കട്ട് ചെയ്ത് മുകളിൽ പോയി. ഇത് റെഡ് ക്യാൻഡിലായിരുന്നു, ഇത് ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ഈ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഇല്ലേ? ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം നേരെ റിജക്ഷൻ വന്ന് നമ്മൾ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ റിജക്ഷൻ വന്ന് ഇവിടെ താഴെ എന്ത് ചെയ്തു? ഒരു ബെയറിഷ് ഇത് ഫുൾ ഗ്രീൻ ആയിരുന്നു. അവസാനം ഇതൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് ഒരു ക്യാൻഡിലായിട്ട് വന്ന് ഫോം ചെയ്ത് ക്ലോസ് ചെയ്തു ഇല്ലേ? ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നോക്കിക്കേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ അപ്പം തന്നെ ഇവിടെ ഒരു ട്രേഡ് എടുക്കും. ഇതാ നോക്കിക്കേ, ഇവിടെ തന്നെ വന്നു റീടെസ്റ്റ് പോലെ നടത്തി നേരെ മാർക്കറ്റ് തിരിച്ചു പോയി. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് അതുപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഇതാണ് റിജക്ഷൻ ക്യാൻഡിൽ. ഇതാണ് ഇവിടെ നോക്കി, അടുത്ത റിജക്ഷൻ നോക്കിയേ, ഇതായി നോക്കണ്ടോ? ഇത് റിജക്ഷനാണ്. ഇവിടെ വന്നു, താഴെ വരെ ഇത് റെഡായിരുന്നു. ഇവിടം വരെ റെഡ് വന്നതിന് ശേഷം ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് പോയി മാർക്കറ്റ് ഇതൊക്കെ നേരെ മുകളിലോട്ട് പോയി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് നേരെ വന്നു ഒരു റീടെസ്റ്റ് പോലെ നടത്തി മാർക്കറ്റ് നേരെ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നേരെ മുകളിലോട്ട് പോയി ഇല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ റിജക്ഷൻ ക്യാൻഡിലുകൾ നല്ല റിജക്ഷൻ ക്യാൻഡിലുകൾ നോക്കി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പുറകിലോട്ടുള്ള ചാർട്ടുകൾ നോക്കിയിട്ട് അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് വീണ്ടും നോക്കാം. ചാർട്ട് കിടക്കല്ലേ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇത് നോക്കിക്കേ, എന്ത് സൂപ്പർ റിജക്ഷൻ ക്യാൻഡിൽ. ഇവിടെ
നോക്കി ഇതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. മുകളിൽ നിന്ന് ഒരു രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നല്ലൊരു ഫോൾ, ഏകദേശം ഇത് എത്ര, ഒരു 100 പോയിൻറ്റിന് മേളിൽ, ഏതായാലും നോക്കിയാൽ 890, 800, ഏകദേശം 100 പോയിൻറ്റിന് ഫോള്, ഏകദേശം 100 പോയിൻറ്റിന് ഫോൾ വന്നതിന് ശേഷം ഇല്ലേ മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് പോലെ നടത്തി. ഈ നമ്മുടെ പോയിന്റിലെത്തിയപ്പോൾ അവിടുന്ന് റിജക്ഷൻ വന്നു ഇല്ലേ, ഫുൾ ഗ്രീൻ ക്യാൻഡിൽ ഇതിന് മുകളിൽ വന്നതിന് ശേഷം അവിടെ എന്ത് ചെയ്തു, ഒരു ലോങ് വിക്ക് ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. അതായത് ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഉണ്ട്, മാർക്കറ്റിൽ ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്, നമുക്ക് ഈ ക്യാൻഡിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു 75% മാത്രമേ ഉള്ളൂ വിന്നിങ് പ്രോബബിലിറ്റി. 25% എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, വളരെ കോഷ്യസ് ആയിരിക്കണം. സപ്പോസ് നമുക്കെതിരെ മാർക്കറ്റ് പോയാൽ നമ്മൾ അപ്പം തന്നെ ഈ സ്റ്റോപ്പ് ലോസ് തന്നെ ഇറങ്ങണം. ക്ലോസിംഗ് ബേസിസിൽ നമ്മളവിടെ ഇറങ്ങിയേക്കണം. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു, മാർക്കറ്റ് അതിന് ശേഷം 100 പോയിൻ്റ് അല്ല, ഏകദേശം 150 പോയിൻറ്റോളം മാർക്കറ്റ് നല്ലൊരു ഫോള് ഇവിടുന്ന് നമുക്ക് കിട്ടി കേട്ടോ. ഇനി നമുക്കത് വീണ്ടും പുറകോട്ട് നോക്കാം. നമുക്ക് പുറകോട്ട് നോക്കാം. നോക്കട്ടെ, പോട്ടെ ഇതാ നോക്ക്. ഇത് പറ്റത്തില്ല. കാരണം ഇതെന്താ പറ്റാത്തത്, ഇത് നമുക്ക് ഒരു ഹാഫ് ബോഡി പറ്റത്തില്ല. ഒരു 25% എങ്കിലും ഉള്ള ബോഡി മാത്രമേ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നോക്കിക്കേ, അതേസമയം ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഈ റെഡ് ക്യാൻഡിൽ നോക്കിക്കേ, കണ്ടോ, നല്ലൊരു റിജക്ഷൻ വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ താഴോട്ട് പോയി റീടെസ്റ്റ് പോലെ നടത്തി വീണ്ടും നമ്മൾ താഴോട്ട്. ഇവിടുന്ന് ഏകദേശം എത്ര ഉണ്ട്, ഒരു 818, 700, ഒരു 100-120 പോയിൻറ്റ് ഈ റിജക്ഷനിൽ നമുക്ക് ഇവിടുന്ന് കിട്ടി. വീണ്ടും നമുക്ക് നോക്കാം. ഇത് ഒരു കൺഫർമേഷൻ ഇല്ല, ഇതിനായിട്ട് കൺഫർമേഷൻ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ റിസ്ക് 50-50 ചാൻസേ ഉള്ളൂ. പക്ഷേങ്കിൽ റിസ്കി ട്രേഡ് എടുക്കാം. കാര്യം എന്താ അറിയാമോ, റിസ്കി ട്രേഡ് ഇവിടെ ഒരു ട്രേഡ് എടുക്കും. എന്താ കാര്യം എന്നുമ്പേ പറഞ്ഞു, മോളിൽ നിന്ന് പൊട്ടി വീഴുന്ന മാർക്കറ്റ് ഇല്ലേ, മോളിൽ നിന്ന് വളരെ ഭീകരമായിട്ട് ഇത് പൊട്ടി താഴോട്ട് വീണ് നമ്മുടെ സപ്പോർട്ടിലെടുത്ത് അവിടുന്ന് റിജക്ഷൻ വന്നതാണ് ഇല്ലേ. അങ്ങനെ വരുമ്പോൾ ഇത് നല്ലൊരു ഇത്രയും പൊട്ടി വീണു റെഡ് ഫോം ആയതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം, ഇവിടെ റെഡ് വന്നതിന് ശേഷം അത് ഒരു ഗ്രീൻ ബോഡിയോടുകൂടെ ക്ലോസിങ് കിട്ടി. അപ്പോൾ ഇത് ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഇവിടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്, 10 പോയിൻറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹൈ റിസ്ക് ഹൈ റിവാർഡാണ് ഇല്ലേ. വേണമെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ്, ഈ പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇതിൻ്റെ വീക്കിന് സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുത്തൊരു ട്രേഡ് വേണമെങ്കിൽ എടുക്കാം. എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റിവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞു. ഇനി നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. അതാ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, റിജക്ഷൻ ക്യാൻഡിൽ കണ്ടോ ഇല്ലേ. ഇവിടെ താഴെ വരെ ബോഡി പോയി ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ആയതാണ്. അതിനുശേഷം അതിനെ ബയർ ആക്റ്റീവായി നേരെ മോളിൽ പോയി ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇതൊരു റിജക്ഷൻ ക്യാൻഡിൽ മനസ്സിലായി. നമ്മളിവിടെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുന്നു. ഇതാ നോക്കിക്കേ, കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് നേരെ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. ഒരിക്കലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തില്ല, അടിച്ചില്ല. മനസ്സിലായി. ഇതുപോലെ നിങ്ങൾക്ക് ധാരാളം പോയി. ഞാൻ ഇവിടെ നോക്കിക്കേ, നല്ല റിജക്ഷൻ കണ്ടോ. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നേരെ മുകളിലോട്ട് പോയി കണ്ടോ. അപ്പം ഇതാണ് റിജക്ഷൻ. മുകളിൽ നിന്നായാലും താഴെ നിന്നായാലും നിങ്ങൾക്ക് സുന്ദരമായിട്ട് റിജക്ഷൻ ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ മാസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. കൃത്യമായി ഇത് മാത്രം നോക്കി ട്രേഡ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള റിജക്ഷൻ ക്യാൻഡിൽ വരുമ്പം നിങ്ങളത് ഒന്നുകിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക. ഓക്കെ, ഇത് ഈ പോയിൻ്റ് എഴുതി വെച്ചിട്ട് നിങ്ങളതിനെ വാച്ച് ചെയ്യുക, എന്താ സംഭവിക്കുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് പേപ്പർ ട്രേഡ് ചെയ്യുക. അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ റിജക്ഷൻ ക്യാൻഡിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾ വെരി സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ തിയററ്റിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ല. വെരി സിമ്പിളാണ്. നിങ്ങൾക്കിത് ശരിക്കും ഒരു വിജയപ്രദമായ ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതോടുകൂടെ ഈ 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നമുക്കിനി ഒരു പുതിയ അടവുമായിട്ട് ഇനി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, വീക്കെൻഡാണ്, പഠിക്കാൻ സമയം കണ്ടെത്തുക. ധാരാളം കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ഓക്കെ, പഠിത്തം അല്ലാതെ വേറെ യാതൊരു കുറുക്ക് വഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കീപ്പ് ഓൺ പഠിക്കുക. പഠിച്ചാൽ നിങ്ങൾക്ക്
വിജയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു.